കോൺഗ്രസിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവാത്തത് ഈ കാരണം കൊണ്ടാണോ? ഇപ്പോഴത്തെ മന്ത്രിസഭാ അംഗങ്ങൾ അടക്കം കർത്താ ഡയറിയിൽ പേരുള്ളവരാണ്. ഒരു സുപ്രീം കോടതി നിർദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ഈ തരത്തിലുള്ള പേന കൊണ്ട് എഴുതിയ എൻട്രി ഒന്നും വാലിഡ് ആയ നിലയിൽ അന്വേഷിക്കപ്പെടുന്ന സാഹചര്യം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ കർത്താ ഡയറി എന്നുള്ളത് ഒരു ട്രാപ്പായി വരുമെന്ന് ഭയക്കുന്നുണ്ടോ നിങ്ങൾ? ഒരിക്കലും അഭിലാഷേ, ഇവിടെ ഏത് ഡയറി വെച്ച് എന്ത് അന്വേഷണം നടത്തുന്നതിനും കോൺഗ്രസ് എതിരല്ലെന്നേ. അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഒരാളും നിയമ സംവിധാനത്തെ തടസ്സപ്പെടുത്തില്ല, തെരുവിലിറങ്ങില്ല, കാർ ആക്രമിക്കില്ല, അന്വേഷണം തുടരട്ടേന്നേ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുക? ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെന്നേ. ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇതുമായി ED റെയ്ഡ് നടന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് അസന്നിഗ്ധമാക്കി വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നടന്നൊരു റെയ്ഡല്ല. പിന്നെ ബഹുമാനായ K. മുരളീധരൻ ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമായ ഒരു അഭിപ്രായം പറഞ്ഞു. ED കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, ED എവിടെ വേണമെങ്കിലും വരാവുന്ന ഒരു ഏജൻസി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് ഭയപ്പെടുന്നുണ്ടോ എന്ന്. അല്ല, ഞാനത് തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ കാറ് തകർക്കില്ല, ഞങ്ങൾ അതിൻ്റെ പേരിൽ നിയമ സംവിധാനത്തെ തടസ്സപ്പെടുത്തില്ല. ഞങ്ങൾ ഏത് അന്വേഷണവും എപ്പോൾ വേണമെങ്കിലും നേരിടാൻ സജ്ജമായി നിൽക്കുകയാണെന്നേ. ഞങ്ങൾക്കത് പ്രശ്നമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്ത. ബിനീഷ് കൊടിയേരിക്കെതിരെ ഇത്തരമൊരു കേസ് വന്നപ്പോൾ അന്ന് ഒറ്റയ്ക്ക് നേരിടണമെന്ന് ബിനീഷ് കൊടിയേരിയുടെ പിതാവിനെ കൊണ്ട് പറയിപ്പിച്ച പാർട്ടി ഇന്ന് വീണയുടെ പിതാവിനെ കൊണ്ട് പറയുന്നത് എന്താ? വീണയുടെ പിതാവ് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ചിറങ്ങാന്ന്. ബിനീഷ് ആകുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങണം, എന്നാൽ വീണയാവുമ്പോൾ ഒരുമിച്ചിറങ്ങണം. ഈ ലോജിക്ക്, ഈ യുക്തി അല്ലെങ്കിൽ യുക്തിരാഹിത്യം കേരളം ചർച്ച ചെയ്യില്ല അഭിലാഷേ. വീണയ്ക്ക് വേണ്ടി പാർട്ടി ഒരുമിച്ചിറങ്ങുന്നു, ബിനീഷിന് വേണ്ടി ബിനീഷ് ഒറ്റയ്ക്ക് ഇറങ്ങണം. എന്താ ഇത്? വിശദീകരിക്കണം കേരളത്തിലെ CPIM. കേരളത്തിലെ CPIM വിശദീകരിക്കാൻ ബാധ്യസ്ഥയാണെന്നേ. അതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളിതിൽ കക്ഷിയേ അല്ല. പക്ഷെ CPIMനെ സംബന്ധിച്ച് ഈ പ്രശ്നം എന്തുകൊണ്ട് ബിനീഷ് ഒറ്റയ്ക്ക് ഇറങ്ങണമെന്നും വീണയാകുമ്പോൾ ഒരുമിച്ചിറങ്ങണമെന്നും പറയുന്ന യുക്തി അല്ലെങ്കിൽ യുക്തിരാഹിത്യം CPM എന്ന പാർട്ടി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. രണ്ടാമത്തെ കാര്യം, റെയ്ഡ് കഴിഞ്ഞു. EDയുടെ റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് വിമർശിക്കാം, പക്ഷെ എന്തുകൊണ്ട് മോദിയെ കുറിച്ചൊരു വാക്ക്, അമിത്ഷായെ കുറിച്ചൊരു വാക്ക് പറയുന്നില്ല? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഞങ്ങൾ നേരത്തെ അഭിലാഷ് എന്നോട് ചോദിച്ചു, ഡയറി പരിശോധിക്കട്ടെ, കേസെടുക്കട്ടെ, സെക്രട്ടേറിയറ്റിലോ വീട്ടിലോ വരട്ടെ. കോൺഗ്രസ് പാർട്ടി ഇത്തരം ഒരു അന്വേഷണത്തെയും ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടില്ല, നിയമപരമായി പോകാമെന്നേ. എല്ലാ കാലത്തും CPM പറയുന്നത് എന്താ? നിയമപരമായി നേരിടുന്നതിന് നിയമപരമായി നേരിടും. രാഷ്ട്രീയം SFIOയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് 2014-15 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 2022-23 ഫിനാൻഷ്യൽ ഇയർ വരെ മൊത്തം 123.66 കോടിയുടെ മിസ്അപ്രോപ്രിയേഷൻ ഈ CMRL കമ്പനി നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ 2.7 crores ആണ് വീണ ടീമുമായി ബന്ധപ്പെട്ട സംഗതി. ബാക്കി എന്ന് പറഞ്ഞാൽ 121 കോടിയുടെ കണക്ക് വേറെ കിടക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീണയിൽ മാത്രം നിൽക്കുമോ എന്ന ചോദ്യം വരുന്നത്. അത് അന്വേഷിക്കണ്ടേ? അല്ല, വീണയിൽ മാത്രം നിൽക്കണമെന്ന് ആർക്കാ നിർബന്ധം? ഈ പറയുന്ന ലഭ്യമായ തെളിവുകളുടെയോ ഈ പറയപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാലോ. അത്തരം ഏതെങ്കിലും അന്വേഷണത്തെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അന്വേഷണം നടത്തിയ ആളുകൾ തിരിച്ചു പോവില്ല എന്ന് പറയുന്നുണ്ടോ? ഞങ്ങൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ആളുകൾ തെരുവിൽ ഇറങ്ങുന്നുണ്ടോ? ഞങ്ങൾ കൃത്യമായി ഇത്തരം കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ അന്വേഷണം ഉണ്ടായ സമയത്ത് പോലും കോൺഗ്രസ് അതിനെ സമീപിച്ച് നിയമപരമായിട്ടാണെന്നേ. കോൺഗ്രസ് തെരുവിലിറങ്ങി, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അന്വേഷിക്കപ്പെട്ടപ്പോ കോൺഗ്രസ് തെരുവിലിറങ്ങി, തെരുവിൽ പ്രക്ഷോഭമുണ്ടായി. KC വേണുഗോപാൽ രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഡൽഹിയിൽ വലിയ തോതിലുള്ള വാഹനം തല്ലി തകർത്തിട്ടുണ്ടോ? ഉണ്ടായി. അല്ല അഭിലാഷേ, വാഹനം തല്ലി തകർത്തിട്ടുണ്ടോ? വാഹനം തല്ലി തകർത്തിട്ടുണ്ടെന്നാണ് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ. അന്നത്തെ ചില വാർത്താ റിപ്പോർട്ടുകൾ പലരും ഷെയർ ചെയ്തത് കണ്ടു. അല്ല, അത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വന്ന ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി ഓഫീസിലോട്ട് അങ്ങോട്ടല്ലേ പോയത്? അതെ, ആ സമയത്ത് ഈ ED ഉദ്യോഗസ്ഥർക്കെതിരെ അവർ വരുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അവരെ ആ അർത്ഥത്തിൽ നേരിട്ടിട്ടുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് എന്താ?
ഇവിടെ ഇതിന് ഞങ്ങൾ സമരം നടത്തിയത് ആർക്കെതിരെയാ? ഞങ്ങൾ സമരം നടത്തിയതാണ് സംഘപരിവാറിനെതിരെയാ. സമാനമായ രീതിയിൽ എന്തുകൊണ്ട് സംഘപരിവാറിന് നേരെ വിരൽ ചൂണ്ടി, മോദിക്ക് നേരെ വിരൽ ചൂണ്ടി, അമിത്ഷാക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വാലിഡ് അല്ലേ? ഞങ്ങളുടെ നേരെയല്ല വിരൽ ചൂണ്ടേണ്ടത്. ഞങ്ങൾ വാഹനം തകർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില പഴയ പത്ര റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എക്കണോമിക് ടൈംസിന്റെ ഒരു വാർത്ത, രാഹുൽ ഗാന്ധി ബിഫോർ ED, law and order takes a back seat in Hyderabad as Congress workers vandalizes buses and vehicles. ബസ്സുകളും വാഹനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ വാൻഡലൈസ് ചെയ്തു എന്ന് പഴയ പത്ര റിപ്പോർട്ടുകൾ പറയുന്നു. അതിനെയൊന്നും ന്യായീകരിക്കുകയല്ല കേട്ടോ. പക്ഷെ അത് ED-യുടെ വാഹനമാണോ? ഡൽഹിയിൽ നടക്കുന്നതിന് രാഹുൽ ഗാന്ധിയെ ആരുടെയോ വാഹനങ്ങൾ, ഏതൊക്കെയോ ബസ്സും കാറും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞോളൂ. ഇവിടെ ഇപ്പൊ ED-യുടെ വാഹനമല്ലോ, പാവപ്പെട്ട 3 ടാക്സി ഡ്രൈവർമാരുടെ കാറ് പോയത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന വാഹനം എന്ന് പറയുമ്പോൾ ആ പർപ്പസിന് തടസ്സപ്പെടുത്തിയെന്നല്ല എന്റെ അർത്ഥം. നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ശരി, ഇവിടെ അതിനുശേഷം മറ്റു സ്ഥലങ്ങളിൽ നടന്ന പ്രകടനവുമായി ആ സമയത്തെ പ്രതികരണത്തെ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ കഴിയുക? ഞങ്ങൾ പറഞ്ഞില്ലേ, വൈകാരികമായുള്ള പ്രകടനങ്ങൾ ഉണ്ടായത് തന്നെ, അതിനൊന്നും ഞങ്ങൾ ന്യായീകരിക്കില്ല. പക്ഷേ ഇവിടെ നടന്നത് അന്വേഷണ പ്രക്രിയയെ, അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന, അവർ വാടകയ്ക്കെടുത്ത് അവർ വന്ന അവരുടെ ഗതാഗത ആവശ്യത്തെ തന്നെ നിഷേധിക്കുന്ന തരത്തിൽ അവരുടെ മൊബിലിറ്റിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനം ഉണ്ടായെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ നടത്താൻ ശേഷിയില്ലാത്ത പ്രസ്ഥാനമാണോ കോൺഗ്രസ്? ശരി, ഓക്കെ.